ഇപ്പോൾ ഒരു മുല്ലപ്പെരിയാറിന് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ 6 ജില്ലകളിൽ മാത്രമായിട്ട് ഈ ദുരന്തം ഒതുങ്ങുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി ഡാമിനെയും തകർത്തുകൊണ്ട് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലക്കാരെ മുഴുവനും കടലിൽ എത്തിച്ചു വരുമ്പോൾ ഈ ചെടിയിലൊക്കെ ആളുകൾ പുതഞ്ഞു കിടക്കും. ആളുകൾ മാത്രമല്ല, നമ്മൾ വളർത്തുമൃഗങ്ങളും കാട്ടുമൃഗങ്ങളും ഈ ചെളിയിൽ പുതഞ്ഞു കിടക്കും. നമ്മൾ ഈ മോർവി അണക്കെട്ട് തകർന്നപ്പോഴും ജസ്വന്ത് സാഗർ അണക്കെട്ട് തകർന്നപ്പോഴൊക്കെ ഈ ആളുകളെ ഈ ചെളിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ശരിക്കും ടാറിൽ വീണ് കിടക്കണ പോലെ, അല്ലെങ്കിൽ ഫെവിക്കോളിൽ ഒരാൾ വീണ എങ്ങനെ ഇരിക്കും, അങ്ങനെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ആളുകളുടെ ശവശരീരങ്ങളൊക്കെ ഈ ചെളിയിൽ കിടന്ന് ചീഞ്ഞ് അതിൽ നിന്ന് പുറപ്പെടുന്ന രോഗാണുക്കൾ മറ്റുള്ള ജില്ലയിലെ ആളുകൾക്ക് സാംക്രമിക രോഗം വരുത്തും. ബാക്കിയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഗുരുതരമായിരിക്കും. ഇവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ? ട്രാൻസ്പോർട്ടേഷൻ നടക്കുമോ? തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ചരക്ക് നീങ്ങോ? അല്ലെങ്കിൽ തിരിച്ച് തിന്നാൻ വല്ലതും ഉണ്ടാവുമോ? ഖജനാവില് പൈസ വരുമോ? ചുരുക്കം പറഞ്ഞാൽ സമ്പൂർണമായ നാടിന്റെ നാശം.